പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് അമേരിക്ക പര്യടനത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഫ്രാൻസിലെത്തിക്കഴിഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മോദി ചർച്ച നടത്തും. ടെക് മേഖലയിലെ വിദഗ്ധരും ശാസ്ത്രജ്ഞരും അടക്കം 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഈ ഉച്ചകോടിക്ക് ശേഷം നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് തിരിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും കൂടി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയിലേക്ക് രണ്ടാമത് നരേന്ദ്രമോദി രണ്ടാം ടേമിൽ, ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടേമിൽ എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഫ്രാൻസിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരവേൽപ്പാണ്. ഇന്ന് രാവിലെ അദ്ദേഹം ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും ചേർന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. ശരി, ഇനി ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്കാണ് മോദി പോകുന്നത്. അവിടെ ഇന്ത്യക്കാർ പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ആവേശത്തിലാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, എപ്പോഴും നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അഭിവാദ്യം ചെയ്യാറുള്ളത്. തിരിച്ചും അതെ, കഴിഞ്ഞ തവണ ആദ്യത്തെ ടേമിൽ നരേന്ദ്രമോദി വന്നപ്പോൾ കിട്ടിയ ഹൗഡി മോഡിക്ക് കിട്ടിയ ആവേശോജ്വലമായ സ്വീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രണ്ടാം ടേമിലേക്ക് വരുമ്പോൾ ഇവിടെ മൂന്നാം ടേമിലാണ് നരേന്ദ്രമോദി ഉള്ളത്, അവിടെ രണ്ടാം ടേമിൽ ട്രംപുമുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ, ഇന്ത്യൻ ഡയസ്പോറ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വരവിനെ കാത്തിരിക്കുന്നത്? തീർച്ചയായും ഈ വിസിറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഇൻഡോ അമേരിക്കൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിരുന്നു. 2002 ഗുജറാത്ത് റയോട്ട്സിന് ശേഷം നമുക്കറിയാം, 2004 അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദിയെ ഇങ്ങോട്ടേക്ക് ബാൻ ചെയ്തിരുന്നു. അതിനുശേഷം 2014 ശേഷം ഇപ്പൊ അറിയാൻ കഴിയുന്നത് 9ാമത്തെ വിസിറ്റാണ് ഈ വരുന്നത്. ഈ ഒരു വിസിറ്റിന് ഒത്തിരിയധികം വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു ഡെവലപ്മെന്റുകളും ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞുള്ള പ്രതിഭാസങ്ങളും ഒക്കെ ഒരു പരിധി വരെ അത് വളരെയധികം എന്താ പറയുക, എല്ലാവരും ഉത്സാഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു സമയത്ത് ഉള്ളത്. ഇവിടെ ഫ്രാൻസിൽ വിസിറ്റ് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 12-ാം തീയതി വൈകുന്നേരമാണ് അദ്ദേഹം ഇവിടെ വരിക. 13-ാം തീയതിയും 14-ാം തീയതിയുമാണ് അദ്ദേഹം ഇവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടും അതോടൊപ്പം തന്നെ ടെക് വിദഗ്ധന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഈ ഒരു 2 ദിവസത്തെ ഒരു വിസിറ്റ് വരുന്നത് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിനകം ഇവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററെയും ജപ്പാനീസ് പ്രൈം മിനിസ്റ്ററെയും കണ്ടു കഴിഞ്ഞിരുന്നു. അതിനുശേഷമുള്ള 3ാമത്തെ ഇമ്പോർട്ടന്റ് വിസിറ്റ് ആണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ഒരു വിസിറ്റിന് ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരിയധികം സിമിലാരിറ്റികളുണ്ട്. ഡൊണാൾഡ് ട്രംപ്, ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ മോദിയും തമ്മിൽ അവർക്ക് രണ്ടുപേർക്കും വലിയ പോപ്പുലർ മാൻഡേറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇലക്ഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം രണ്ടുപേരുടെയും വ്യൂസ് എക്സ്ട്രീം റൈറ്റ് വിങ് ഒരു വ്യൂവും ഫിലോസഫിയും ഉണ്ട്. അതോടൊപ്പം രണ്ടുപേരും തമ്മിൽ നല്ലൊരു റൊമാൻസ് ഉണ്ടെന്ന് നമ്മുടെ മീഡിയ വൃത്തങ്ങൾ കളിയാക്കി പറയുന്നത് പോണക്ക് അക്ഷരാർത്ഥത്തിൽ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ നിന്നൊരു വ്യതിചലനം വന്നോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോഴത്തെ ട്രംപിന്റെ പോളിസി അമേരിക്ക ഫസ്റ്റ്, അമേരിക്ക മാത്രം എന്നുള്ള ഒരു രീതിയിലുള്ള ആ പോളിസിയിൽ വരുമ്പം അമേരിക്ക ഇന്ത്യയെ മാത്രം തൊട്ടടുത്ത് കിടക്കുന്ന തെക്കൻ അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ കൺട്രിയെയും കാനഡയെയും യൂറോപ്യൻ യൂണിയനെയും ഒക്കെ ഒരു എന്താ പറയുക വളരെയധികം മുൾമുന്നിൽ നിർത്തുന്നതോടൊപ്പം തന്നെ ഇന്ത്യയും ഒരു പരിധി വരെ നിർത്തുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ബന്ദികളല്ല, ഇവിടെ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അങ്ങോട്ടേക്ക് അയച്ച ആ ഒരു നടപടി, ആ അയച്ച രീതി ഒത്തിരിയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അവിടെയും ഇവിടെയും ഒക്കെ. അപ്പൊ ഏതായാലും ഇന്ത്യക്കാരെ ഒത്തിരിയധികം ആശയോടെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചും ഇനിയുള്ള എല്ലാവരും ഉറ്റു നോക്കുന്നത് ഏകദേശം 18,000 ആൾക്കാരെയും കൂടെ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ വിദേശകാര്യ വൃത്തങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ പറയുന്നത്. അതോടൊപ്പം ഏകദേശം 7.25 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാര് ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ഹോട്ട് ടോപ്പിക്ക് പ്രൈം മിനിസ്റ്റർ മോദി എങ്ങനെയാണ് പ്രസിഡന്റ് ട്രംപുമായിട്ട് ചർച്ച ചെയ്യുന്നത്, അവർ തമ്മിൽ ഒരു തീരുമാനമാകോ, എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആ ഒരു ആംഗിളിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയൊരു സന്ദേഹം അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഭാഗത്തു നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെയുള്ള മീഡിയ വൃത്തങ്ങളും നമ്മുടെ അവിടെയുള്ള മീഡിയ വൃത്തങ്ങളുമായിട്ട് ഉദ്ധരിക്കുകയാണെങ്കിൽ എല്ലാവരും ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം 2016 തൊട്ട് 2020 വരെ ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് പ്രൈം മിനിസ്റ്റർ മോദിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുണ്ടായിരുന്നത് അതിലൊരു മങ്ങലേറ്റോ
എന്നൊരു സംശയം പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു പരിധി വരെ കവർ ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ ഈ ഒരു വിസിറ്റ് സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹം ഒന്നടങ്കം നോക്കിക്കാണുന്നത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അനധികൃത കുടിയേറ്റക്കാരെ ബന്ധിച്ചുകൊണ്ട് വിമാനത്തിൽ ബന്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു ഡിഗ്നിറ്റി എന്നത് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ റൈറ്റായ ഡിഗ്നിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്ന തരത്തിൽ അത്ര കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ സന്ദർശനം നടത്തുന്നത്. എന്തായിരിക്കും ഇനിയും അനധികൃത കുടിയേറ്റക്കാർ ഇനിയുമുണ്ട്, അവർക്ക് അല്പം കൂടി മാന്യത അല്ലെങ്കിൽ അഭിമാനബോധത്തോടെ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാവുമോ എന്നതാണ് അറിയേണ്ടത്. വളരെ നന്ദി ഡോക്ടർ സജിമോൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇനി വരും ദിവസങ്ങൾ എന്തായാലും അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.